സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ സുദിനമാണ്. വിശുദ്ധിയുടെ പനിനീർ പുഷ്പങ്ങൾ സ്വർഗത്തിൽ നിന്നും പൊഴിഞ്ഞു. വേദനയുടെയും സഹനത്തിൻ്റെയും ഇടയിൽ പരിതപിക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ വലിയൊരു വിജയ നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു. 114 വർഷങ്ങൾക്ക് മുമ്പ് കുടമാളൂരിൽ ജനിച്ച് മുട്ടുതിരയിൽ വളർന്ന് ഭരണങ്ങാനത്ത് ജീവിച്ച് വിശുദ്ധിയുടെ പടവുകളിലേക്ക് നടന്നു കയറിയ കൊച്ചു സുന്ദരി. അവൾ തിരഞ്ഞെടുത്ത ജീവിതവും വ്യത്യസ്തമാണ്. ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ സഹനത്തിൻ്റെ ജീവിത ബലി പൂർത്തിയാക്കി നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ നമുക്കേവർക്കും ഉത്തമ മാതൃകയായി പ്രചോദനമായി ഭരണങ്ങാനത്തും ഭാരതം മുഴുവനിലും അല്ല ലോകം മുഴുവനിലും പ്രശോഭിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ, പ്രധാന സംഭവങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു നൃത്തശില്പം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. സഹന പുഷ്പം വിശുദ്ധ അൽഫോൻസ. ഭാരതസഭയിലെ നറുസൂനം മലയാളത്തിൻ അഭിമാനം. ഭാരതസഭയിലെ നറുസൂനം മലയാളത്തിൻ അഭിമാനം. സന്യാസജീവിത മാതൃകയാണവൾ. മാനവ മക്കൾ തൻ പുണ്യതീരം. സന്യാസജീവിത മാതൃകയാണവൾ. മാനവ മക്കൾ തൻ പുണ്യതീരം. സജനത്തിൻ പുത്രിയായി സ്നേഹദാസിയായി ആശ്രമം തന്നിലെ പാടാമലരായി ആനന്ദ തേജത്തിൽ തുളുത്തിക്കഴിഞ്ഞവൾ സ്വർഗീയ ഭവനത്തിൽ അംഗമായി. ഭാരതസഭയിലെ നറുസൂനം മലയാളത്തിൻ അഭിമാനം. സമ്പന്നമായ മണിയൻകുളം ഗ്രാമം അഭിമാന സ്തംഭമായി കുന്നിൻ മുകളിൽ ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം. അതേ പേരിൽ തന്നെ അറിയപ്പെടുന്ന പ്രാഥമിക വിദ്യാലയം സെൻറ് ജോസഫ് ലോവർ പ്രൈമറി സ്കൂളും നഴ്സറിയും. ഫ്രാൻസിസ്കൻ ക്ലാരിസിറ്റ് സന്യാസിമാരാൽ പ്രത്യേക ശിക്ഷണത്തിൽ കുട്ടികളെ വിജ്ഞാനത്തിലും വിവേകത്തിലും ദൈവഭക്തിയിലും വളർത്തുവാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാർ കുട്ടികളെ വിശുദ്ധരെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുക പതിവായിരുന്നു. മലയാളക്കരയുടെ അഭിമാനമായി ഭരണങ്ങാനത്ത് വിടർന്ന് ലോകമെങ്ങും പരിമളം പരത്തുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതരേഖ നിങ്ങളുടെ മുമ്പിൽ ഈ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുമ്പോൾ അത് ഈ വിദ്യാലയത്തിലെ അധ്യാപികമാർ ഈ കുരുന്നുകളോട് പറഞ്ഞ കഥയാണ്. അതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. ആത്മീയതയുടെ അകത്തളങ്ങളിൽ
ഒളിപകരുന്ന കൊച്ചു നക്ഷത്രമാണ് അൽഫോൻസാമ. ഭരണങ്ങാനത്തിൻ്റെ പുണ്യമെന്നും കേരളത്തിൻ്റെ പുകളെന്നും ഭാരതത്തിൻ്റെ ഭാഗ്യതാരമെന്നുമൊക്കെ അറിയപ്പെടുന്നവൾ. ആ പുണ്യകന്യകയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ, അവളെ അടുത്തറിയാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു അനുഭവമാണ്. അവളുടെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മാത്രം സംരക്ഷയിലാണ് അവൾ നിലകൊണ്ടത് എന്ന് തോന്നിപ്പോകുന്ന പല ജീവിതാനുഭവങ്ങളും നമുക്കതിൽ കാണാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനുടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അത് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി. എടി ശോശാനി, നിന്റെ മകളെന്തി? അവളെ കൂടി വെള്ളത്തിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? എന്താ പറയാൻ അവളുടെ കാര്യം? എന്നതാടി പറയേ, കേൾക്കട്ടെ. അവള് വലിയ ഗുമസ്തത കിട്ടിയോളല്ലേ, വെള്ളം ഒന്നും ചുമക്കത്തില്ല. ഓ, എന്ന് വെച്ചാ നീ ആയിരിക്കും വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നേ. അതെ അതെ, ഞാനില്ല എന്നേ കാണാം. അവിടെ അടുപ്പ് പുകയുമോ എന്ന്. ഈ വെള്ളം കൊണ്ടുപോയിട്ട് വേണം കഞ്ഞി വെക്കാൻ. അവളെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കരുതെന്നാ എന്റെ മകന്റെ കൽപ്പന. എന്താടി വിശേഷം വല്ലതും ആയോ? ഓ, 3 മാസം. അതാ ഇപ്പൊ വലിയ കാര്യമായി. നീ ആ മുട്ടത്തെ പാടത്തെ മേരിക്കണ്ണ്, അവളിപ്പോ 7 മാസം കഴിഞ്ഞു. എല്ലാ ജോലികളും അവള് തന്നെയാ ചെയ്യുന്നത്. ആ അമ്മയെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കുന്നില്ല. അതെ, മേന് നല്ല ദൈവവിശ്വാസമുള്ളവളല്ലേ. ആ, അത് ശരിയാ. വാ, നമുക്ക് പോകാം. ശോശാമി, നിങ്ങൾ കേട്ടോ ഒരു പുതിയ വർത്തമാനം? എന്താ സൈനബ അതിന്റെ പുതിയ വർത്തമാനം? അതെ, മുട്ടത്തെ പാടത്തെ മേല് പ്രസവിച്ചോളെ. അയ്യോ, അതിനുള്ള സമയമായി. കൊച്ചെന്നതാണ്. വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ ആരും ബേജാറാവണ്ട. അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല. നല്ല കൊച്ചുള്ള ഒരു പെൺകുട്ടി എന്നാ കേട്ടത്. എനിക്ക് നമുക്ക് മേരിയെ കണ്ടിട്ട് പോയാലോ? ശരിയാ, വാ നമുക്ക് പോകാം. അവൾക്കൊരു ക്ഷീണം പോലെ കിടക്കുക. ഇപ്പൊ വിളിക്കണ്ട. ഇന്നത്തെ പുതിയ തൊട്ടിയോട് കൂടെ ഉണ്ടായില്ലേ? അവളെ കാണാനേ കൊണ്ടുവന്നതാ. അതിനെന്താ, ഇപ്പൊ എടുത്തോണ്ട് വരാലോ. അയ്യോ, നിങ്ങൾ കണ്ടോ? മേരിയുടെ അതേ
അല്ലാഹുവിൻ കനിവുള്ള പെണ്ണ് റബ്ബേ നീയൊരു മഞ്ഞുള്ള പെണ്ണ് അല്ലാഹുവിൻ കനിവുള്ള പെണ്ണ് ഈ ദുനിയാവിൽ തൂറിയിലൊന്ന് മുട്ടത്ത് പാടത്തിൻ ചന്ദ്രികയൊന്ന് ഈ ദുനിയാവിൽ തൂറിയതൊന്ന് മുട്ടത്ത് പാടത്തിൻ ചന്ദ്രികയൊന്ന്. തികയുന്നതിന് മുൻപേ അമ്മ മരിച്ചു. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതിരിക്കാൻ അപ്പനും വലിയമ്മയും അവളെ പൊന്നുപോലെ താലോലിച്ചു. മുട്ടുച്ചിറ മുരുക്കൻ പൈലോച്ചിന്റെ ഭാര്യ അന്നമ്മ, അന്നക്കുട്ടിയുടെ മാതൃ സഹോദരി, അവളെ മുട്ടുച്ചിറയ്ക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് അതേ പ്രായമുള്ള ആപ്പച്ചൻ എന്ന മകനും അവൾക്കുണ്ടായിരുന്നു. അന്നമ്മ അന്നക്കുട്ടിയെയും ആപ്പച്ചനെയും ഒരുപോലെ കരുതി സ്നേഹിച്ചു. ഒരു വിശുദ്ധിയുടെ ജനനവും ജീവിതവും വളരെ ചുരുക്കം ചിലരെ തിരിച്ചറിയുകയുള്ളൂ. അന്നക്കുട്ടി ഒരു വിശുദ്ധയെ തീരണമെന്ന് അനാദിയിലെ ദൈവം ആഗ്രഹിച്ചിരുന്നു. അതിനാൽ സ്വർഗത്തിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നിരുന്നു. നമ്മെപ്പോലുള്ളവർ അതറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ ഈ വേദിയിലും സദസ്സിലും വിശുദ്ധിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉണ്ടാകാം. അവരെ ഓർത്ത് സ്വർഗത്തിൽ ആനന്ദ നൃത്തവും ഉണ്ടാവാം. പക്ഷേ സാധാരണ മനുഷ്യരായ നാം അത് കാണുന്നില്ല, അറിയുന്നുമില്ല.
കൈകൊട്ടി പാടിടാനാളെ മുടിയുടഞ്ഞാടിടാം പെണ്ണാളെ കൈകൊട്ടി പാടന്റെ പെണ്ണാളെ ഇവിടെ വെച്ച് കൊള്ളന്റെ പെണ്ണാളെ കൈകൊട്ടി പാടിടാനാളെ ഇവിടെ വെച്ച് തുള്ളിടാനാളെ പൊന്നുണ്ണി കുഞ്ഞിന്റെ പിറന്നാള് ഇന്ന് മാലോകക്കെല്ലാവർക്കും തിരുനാള് പൊന്നുണ്ണി കുഞ്ഞിന്റെ പിറന്നാള് ഇന്ന് മാലോകക്കെല്ലാവർക്കും തിരുനാള് പാടിട പാടിട തൊടി മരുന്ന് ആനന്ദമായി പാട്ടുപാടാം പാടിട പാടിട തൊടി മരുന്ന് ആനന്ദമായി പാട്ടുപാടാം മുട്ടത്ത് പാടത്തു നീച്ചല്ലോ മലയാള മണ്ണിന്റെ വീരപുത്രി മുട്ടത്ത് പാടത്തു നീച്ചല്ലോ മലയാള മണ്ണിന്റെ വീരപുത്രി ആനന്ദമോടവൾ മാണിടട്ടെ നാദന്റെ ഹൃദയത്തിലെന്തുമെന്നും ആനന്ദമോടവൾ മാണിടട്ടെ നാദന്റെ ഹൃദയത്തിലെന്തുമെന്നും പൊന്നുണ്ണി കുഞ്ഞിന്റെ പിറന്നാള് ഇന്ന് മാലോകക്കെല്ലാവർക്കും തിരുനാള് പൊന്നുണ്ണി കുഞ്ഞിന്റെ പിറന്നാള് ഇന്ന് മാലോകക്കെല്ലാവർക്കും തിരുനാള് പാടിട പാടിട തൊടി മരുന്ന് പാട്ടുപാടാം പാടിട പാടിട തൊടി മരുന്ന് ആനന്ദമായി പാട്ടുപാടാം തൻ്റെ അമ്മയ്ക്ക് അന്നക്കുട്ടിയോടാണ് കൂടുതൽ സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ച ആപ്പച്ചൻ അമ്മയിൽ നിന്ന് അവൾക്ക് അടി കിട്ടാൻ വേണ്ടി ഓരോ കുസൃത്തരങ്ങൾ ഒപ്പിക്കുക പതിവായിരുന്നു. എങ്കിലും താൻ ഒപ്പിച്ച എല്ലാ കുസൃത്തരങ്ങളും അമ്മച്ചിയോട് ആപ്പച്ചൻ ഏറ്റുപറയുകയും ചെയ്തിരുന്നു. അന്നക്കുട്ടി വാ കളിക്കാം. ഞാനില്ല, എനിക്ക് കുറച്ച് പണികളുണ്ട്. വാ അന്നക്കുട്ടി കളിക്കാം. വേണ്ട അപ്പച്ച, വേണ്ട. അമ്മ വഴക്ക് പറയും. വാ അന്നക്കുട്ടി കളിക്കാം. എന്ത് കളിയാ? നമുക്ക് ആകെ കളിക്കാം. ആദ്യം നീ കളിക്കാം. പോയി പോയി അന്നക്കുട്ടിയുടെ കളി പോയി.
വാ, നീയും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അയ്യേ, ഞാനിങ്ങനില്ല പെണ്ണുങ്ങളുടെ കൂടെ കളിക്കാൻ. ഞാൻ പോവാ. അക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പി പൂക്കണം പൂക്കണം. ചെമ്പകപ്പൂമല തണലുണ്ടേ, ചെമ്പതി പൂക്കളമുണ്ടേ. ചെമ്പകപ്പൂമല തണലുണ്ടേ, ചെമ്പതി പൂക്കളമുണ്ടേ. പോകാം പോകാം നമുക്ക് പോകാം, ഓടി 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 കളിക്കുവാൻ. പോകാം പോകാം നമുക്ക് പോകാം, ഓടി 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 കളിക്കുവാൻ. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. പുള്ളിക്കുയിൽപ്പാടും വള്ളിക്കുയിലുകൾ, തുള്ളി തുള്ളിയോടും പുള്ളിമാനുകൾ. പുള്ളിക്കുയിൽപ്പാടും വള്ളിക്കുയിലുകൾ, തുള്ളി തുള്ളിയോടും പുള്ളിമാനുകൾ. വെള്ളയുടുപ്പിട്ട പള്ളിപ്പാവകൾ, പള്ളിവേട തീർത്തതിൽ വെള്ളരിപ്രാവുകൾ. വെള്ളയുടുപ്പിട്ട പള്ളിപ്പാവകൾ, പള്ളിവേട തീർത്തതിൽ വെള്ളരിപ്രാവുകൾ. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. ചെമ്പകപ്പൂമല തണലുണ്ടേ, ചെമ്പതി പൂക്കളമുണ്ടേ. ചെമ്പകപ്പൂമല തണലുണ്ടേ, ചെമ്പതി പൂക്കളമുണ്ടേ. പോകാം പോകാം നമുക്ക് പോകാം, ഓടി 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 കളിക്കുവാൻ. പോകാം പോകാം നമുക്ക് പോകാം, ഓടി 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 കളിക്കുവാൻ. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. അമ്പൽ തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കണം പൂക്കണം. തുള്ളിക്കൊരു കുളം പുതുമഴ മാറിയാൽ തുള്ളി തുള്ളിയാടിടാം. തുള്ളിക്കൊരു കുളം പുതുമഴ മാറിയാൽ തുള്ളി തുള്ളിയാടിടാം. ഉള്ളത് ചൊല്ലിടാം ഉള്ളു തുറന്നിടാം, എല്ലാ പൂക്കളെ സമ്മതമല്ലയോ. ഉള്ളത് ചൊല്ലിടാം ഉള്ളു തുറന്നിടാം, എല്ലാ പൂക്കളെ സമ്മതമല്ല.
സമ്മതമല്ലയോ അമ്പത്തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കളം പൂക്കളം അമ്പത്തടാകത്തിനക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പ പൂക്കളം പൂക്കളം ചെമ്പകപ്പൂമരത്തണലുണ്ടേ ചെമ്പകനീർ പൂക്കളമുണ്ടേ ചെമ്പകപ്പൂമരത്തണലുണ്ടേ ചെമ്പകനീർ പൂക്കളമുണ്ടേ പോകാം പോകാം നമുക്ക് പോകാം ഓടി 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 കളിക്കുവാൻ പോകാം പോകാം നമുക്ക് പോകാം ഓടി 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 കളിക്കുവാൻ അക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പി പൂക്കളം പൂക്കളം അക്കരെ അക്കരെ തുമ്പിതുള്ളൽ തുമ്പി പൂക്കളം പൂക്കളം അവളുടെ സ്വരമാണല്ലോ ആ കേൾക്കുന്നത്. എന്റെ ഡാഡി പെണ്ണ ഇത് 8 വയസ്സായി കിടന്നൊച്ച വയ്ക്കുന്നു. എടി നസ്രാണി നാട്ടിലെ പെൺകുഞ്ഞുങ്ങൾ ഇതുപോലെ ഒച്ച വെക്കോടി. കുരുത്ത കേട്ടവനെ, നീ ഒറ്റ ഒരുത്തന ഇതിനെല്ലാം കാരണം. ഇങ്ങോട്ട് വാടാ. എന്റെ പെൺകൊച്ചിനെ കുരുത്തക്കേടെല്ലാം പഠിപ്പിക്കാനായിട്ട് നടക്കുന്നു നീ. പൊയ്ക്കോണം എന്റെ കൺമുന്നിൽ നിന്ന്. അകത്ത് കയറി. നിനക്ക് ചൊല്ലുവിളി ഒട്ടുമില്ലാണ്ടായോ? എടാ എടാ വന്നിച്ച എന്താ അമ്മേ? ഇങ്ങോട്ട് വാടാ. നീ എങ്ങോട്ടാടാ ഈ പാഞ്ഞു പോന്നേ? എന്താ അമ്മേ? നീ കോട്ടയത്ത് നിന്ന് വരുന്ന വഴിയാ? അതെ അമ്മേ. എന്തോ വേണം നിന്റെ കയ്യില്? കരിമീൻ. അല്ല, ഒന്നാം തരം പേട പെടക്കുന്ന കരിമീൻ. എടാ അതാ അടുക്കളയിലോട്ട് കൊടു. അല്ല വാടാ ഇവിടെ. അല്ല കൊടുത്തിട്ട് വാടാ. ഓ, ഈ അമ്മയുടെ എടാ എടാ വർക്കിച്ച. എന്താ അമ്മേ? എടാ ഞാൻ പറഞ്ഞത് നീ കൊണ്ടുവന്നോ? അമ്മ എന്താ എന്നോട് പറഞ്ഞത്? കുന്ത. എന്താടാ നിന്റെ ഈ തലയില്? കളിമണ്ണോ? അല്ല എന്റെ പൊന്നുമാന്റെ ഒരു ഓർമ്മശക്തി. അമ്മ എന്നാ എന്നോട് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല. അമ്മ എന്നാ എന്നോട് പറഞ്ഞത്? കോട്ടയത്ത് നിന്നാണ് എന്റെ മോൾ അന്നക്കുട്ടിക്ക് നല്ല 2 കസവ് ചട്ടയും കവണിയും വാങ്ങാമെന്ന് എത്ര ദിവസമായി ഞാൻ നിന്നോട് പറയുന്നു. പോട്ടമ്മേ, ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം. ഊട്ടുമടാ ഊട്ടും. എന്റെ കണ്ണടച്ചാൽ എന്റെ പെൺകൊച്ചിന്റെ കാര്യം നീയൊക്കെ നല്ല ഊട്ടുകൂട്ടും. പോടാ, എന്റെ കണ്ണും വേണ്ടി നോക്കണം. കണ്ണ് പെട്ടെന്ന് കണ്ടു പോകരുത്. എടേ മോളെ, അന്നക്കുട്ടി അന്നക്കുട്ടി. എടീ അന്നക്കുട്ടി. വെന്തടി വെന്തു. എത്ര തവണ വിളിക്കണോടി നിന്നെ? ഞാൻ മിണ്ടരുത്. എടി മിണ്ടരുതെന്ന തൊള്ള തുറന്നോടി. പതിയെ സംസാരിക്കും. വയസ്സ് 8 ആയില്ലേ? അടക്കും ഒതുക്കും ഒക്കെ വേണം. മോളെ അന്നക്കുട്ടി. എന്തോ
പോയ വഴി ആരെയെങ്കിലും നോക്കിയോ നീ? ഇല്ല. അങ്ങനെ വേണം. അങ്ങും ഇന്നും നോക്കരുത്. കണ്ണടക്കം വേണം. അധികം ആരോടും മിണ്ടരുത്. മിണ്ടടക്കം. എപ്പോഴും സുഹൃത ജപം ചൊല്ലണം. 153 മണി ജപം സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ചൊല്ലണം. വീട്ടിലെത്തുമ്പോൾ അത് തീരണം. ഈ കൊന്ത വെച്ചു നീ മുറി ഒന്നടിക്ക്. ഞാൻ ഇപ്പൊ വരാം. കമഴ്ന്ന് കിടന്ന് നടുവൊടിക്കാതെ നല്ല നീളമുള്ള ചൂല് കൊണ്ടുവാ. ഇന്ന് പറ്റിക്കാം. രണ്ട് കിട്ടട്ടെ. മണല് വാരിയിട ഇവിടെ, എന്നിട്ട് കൊരണ്ടി വെച്ച് മൂടാം. ഇങ്ങോട്ട് വാ. പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ. ഈ മണലോ? കൊരണ്ടയുടെ കീഴെ മണല്. നീ ഇത് കണ്ടില്ലേ? അത് ഞാൻ അവിടെ അടിച്ചായിരുന്നു. നീ അത്രയ്ക്കായോ? നീ ശേഷം പറയുന്നു. മിണ്ടിപ്പോകരുത്. കൊരണ്ടി മാറ്റിയിട്ട് അടിച്ചുകൂടെ നിനക്ക്? എടി വന്നേന്ന്. അല്ല, നിന്റെ നാവിറങ്ങിപ്പോയോ? അല്ല, മിണ്ടുന്നോന്ന് നോക്കി. കട്ടി നിന്റെ സ്വഭാവം. നീ പാറി, കടും പാറ. അയ്യേ, വഴക്ക് പറഞ്ഞേ. കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടിയില്ലേ? വയറ് നിറഞ്ഞേ പെണ്ണിന്റെ. ഇവക്കൊരു ചുണയുമില്ല. ഇവക്കൊരു ചുണയുമില്ല. ഞാൻ വളർത്തിയിട്ട് എന്റെ ശീലമില്ല. ഞാൻ വളർത്തിയിട്ട് എന്റെ ശീലമില്ല. ഒരു ചതഞ്ഞ പെണ്ണ്. ചത്തേ ചതഞ്ഞേ. മോന്ത കണ്ടോ? കോതിക്കോ മൂത്ത് കൂട്ടി ഇപ്പൊ കൂട്ടും. തുണി എനിക്കിത് വരാം. കുട്ടി, കുഞ്ഞി പെങ്ങളെ. ഓ, കൂട്ടുകൂടി വരണം. എന്താ ഇന്ന് കറി? മീൻകറിയാ. പെങ്ങളെ, വേറെ എന്നുണ്ട്? മോരും പയറും പപ്പടും. വാ, നമുക്ക് ഒറ്റക്കാല ചാട്ടം കളിക്കാം. വാ.
ആണ്ടേ ആ മീൻകറി മുഴുവൻ പട്ടി നിന്നു. ആ കുരുതപ്പെട്ടവന്റെ പണിയായിരിക്കും. ഇവിടെ വാടാ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കിയിട്ടുള്ളൂ. എടാ ഇവിടെ വരാൻ. അന്നക്കുട്ടി തന്റെ സഹപാഠികളോട് വളരെ സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിരുന്നുള്ളൂ. ചില കൂട്ടുകാർ അവളെ വിഷമിപ്പിച്ചാലും അവരോടൊക്കെയും സന്തോഷവും സ്നേഹവും പങ്കുവെച്ചു പോകുന്നു. അന്നക്കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ലക്ഷ്മി. അന്നക്കുട്ടിയിലെ സ്വർഗീയ വിശുദ്ധി ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചവളാണ് ലക്ഷ്മിക്കുട്ടി. അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ നിന്റെ പാട്ട് കേട്ടു വന്നതാ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ എന്റെ ഈശോയെ കുറിച്ച് പാടാൻ ഒത്തിരി ഇഷ്ടമാണ്. ലക്ഷ്മിക്കുട്ടി വാ, നമുക്ക് പോകാം. നിന്റെ കൂട്ടുകാരിയോട് മിണ്ടിക്കഴിഞ്ഞില്ലേ? അന്നുകുട്ടി, അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ, പിന്നെ കാണാം. കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. മോടിയായി വസ്ത്രം ധരിച്ച് പള്ളിയിലും സ്കൂളിലും പോകുന്ന അന്നക്കുട്ടിയെ ശ്രദ്ധിക്കുന്നവർ അനുദിനം വർദ്ധിച്ചു വന്നു.
സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് ആനയിക്കുവാൻ പല മാതാപിതാക്കളും ആഗ്രഹിച്ചു. അവർ ഇക്കാര്യം മുരുക്കൻ തറവാട്ടിലേക്ക് ദല്ലാൾമാർ വഴി അറിയിച്ചു തുടങ്ങി. 12 വയസ്സാകുമ്പോൾ വിവാഹം നടത്തിയിരുന്ന അക്കാലത്ത് അന്നക്കുട്ടിയെയും വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് പേരമ്മയിൽ ആഗ്രഹം ഉടലെടുത്തു. അവർ ഇക്കാര്യം ഭർത്താവിനോട് ഉണർത്തിച്ചു. അങ്ങനെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. കൂടാതെ വിവാഹാലോചനകൾ നടക്കുന്ന വിവരം അന്നക്കുട്ടിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നുമില്ല. മനോമന പുത്രിയല്ലേ ഞാൻ, അനുസരണമിന്നന്റെ ശീലമല്ലേ. അമ്മനോമന പുത്രിയല്ലേ ഞാൻ, അനുസരണമിന്നന്റെ ശീലമല്ലേ. എങ്കിലും എന്റെ ഈ യാതന നിരസിച്ചിടല്ലേ പറഞ്ഞയക്കൂ. എങ്കിലും എന്റെ യാതന നിരസിച്ചിടല്ലേ പറഞ്ഞയക്കൂ. കന്യകയായെന്നും ജീവിച്ചിടാമെന്ന് എന്റെ പരീക്ഷുവിന് വാക്കുകൊടുത്തല്ലോ. കന്യകയായെന്നും ജീവിച്ചിടാമെന്ന് എന്റെ പരീക്ഷുവിന് വാക്കുകൊടുത്തല്ലോ. മാറ്റിടും മാറ്റിലേക്കാൾ മരണം വേണമെന്ന് അമ്മ താനല്ലയോ പഠിപ്പിച്ചതു മോദാൻ. മാറ്റിടും മാറ്റിലേക്കാൾ മരണം വേണമെന്ന് അമ്മ താനല്ലയോ പഠിപ്പിച്ചതു മോദാൻ. ഒരിക്കലും നടക്കില്ല വിജയിരാമോഹം, കലഹത്തിനും ഒരിക്കൽ നാട്ടിൽ ഉടനടിയുടെ വാക്കു നീ കേട്ടില്ലേ. എത്രയോ അംഗീകരിച്ചിട്ടിടും അനുഗ്രഹിക്കൂ. എന്നാധീശ്വരൻ സ്വന്തമാകാൻ അനുഗ്രഹിക്കൂ. എന്നാധീശ്വരൻ സ്വന്തമാകാൻ. അമ്മ പരമ്പര പുണ്യങ്ങളും ആജീവനാന്തം ഞാൻ പാലിച്ചിടും. അമ്മ പരമ്പര പുണ്യങ്ങളും ആജീവനാന്തം ഞാൻ പാലിച്ചിടും. നിന്നെ പിരിയാൻ വയ്യെന്നാലും നല്ലൊരു വഴി നീ സ്വീകരിക്കൂ. നിന്നെ പിരിയാൻ വയ്യെന്നാലും നല്ലൊരു വഴി നീ സ്വീകരിക്കൂ. പോവുക എന്നോട് പൊന്മകളെ, ധന്യതയോടെ നീ ജീവിച്ചിടൂ. പോവുക എന്നോട് പൊന്മകളെ, ധന്യതയോടെ നീ ജീവിച്ചിടൂ. മുട്ടോളം താണു പോവുകയും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ തീ വസ്ത്രത്തിലും മുടിയിലും പിടിക്കുകയും രക്ഷപ്പെട്ടത് ദൈവകൃപയാൽ മാത്രമാണെന്നും അല്ലാത്ത പക്ഷം ആ ഉമിത്തിയിൽ കത്തിച്ചാമ്പലാകുമായിരുന്നു എന്ന് അന്നക്കുട്ടി പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ സ്നേഹിച്ചു ഞാനേറെ, കൊതിപ്പോ നിന്നിലെത്താൻ. നിന്നെ സ്നേഹിച്ചു ഞാനേറെ, കൊതിപ്പോ നിന്നിലെത്താൻ. പേരമ്മ തന്നോടെ വാക്കുകൾ ഭേദിച്ചു നിന്നിലി വീഴ
വാനത്തിൽ ചമച്ചവനേ പൂമലർമേനി തൊട്ടൊരു വീഴുന്ന പറവകൾ മൃദുസ്പർശനം പൂമലർമേനി തൊട്ടൊരു വീഴുന്ന പറവകൾ മൃദുസ്പർശനവും ആഴമായി നിന്നെ ഞാൻ അറിഞ്ഞിടുന്നു മലർവാടി ചേർത്തിടണേ മലർവാടി ചേർത്തിടണേ നാദാ. അന്നക്കുട്ടി, അന്നക്കുട്ടി, നീ എന്തിനാ ഇപ്പൊ തുണി വാങ്ങുന്നത്? എന്റെ മുത്തിയമ്മേ, എന്റെ മാതാവേ, എന്റെ കൊച്ച്, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ കൊച്ചിന് എന്നാ പറ്റി? ഈശോ, ഈശോ. അന്നക്കുട്ടി ഒരു സന്യാസിനിയായി തീരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുരിക്കൽ ചാക്കോച്ചൻ. മുട്ടുചിറ പള്ളിയിൽ വിശ്രമ ജീവിതം നയിച്ചു വന്ന അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയ മദർ ഉർസൂലയോട് അക്കാര്യം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഭരണജ്ഞാനത്തിക്കുള്ള വഴി പതിയെ തുറക്കുകയായി. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് ഉർസുലാന്നേ വിശേഷമൊക്കെ? യാത്രയൊക്കെ സുഖമായിരുന്നു? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിരുന്നു. അച്ഛന്റെ ആരോഗ്യമൊക്കെ? എനിക്ക് ഒരു കുഴപ്പവുമില്ല. അച്ഛൻ ഒരു അന്നക്കുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അവളെ നിങ്ങൾക്ക് തന്നേക്കാം. നല്ല അടക്കവും ഒടുക്കവുമുള്ള പെൺകുട്ടി, എന്റെ തറവാട്ടിലെ തന്നെ. ഉവ്വ്. അവളെ ഒന്ന് കാണാൻ പറ്റുമോ അച്ഛാ? അതിനെന്താ വിഷമം? പരിചയപ്പെടുത്തി തരാം. എന്റെ അന്നക്കുട്ടിയെ ഞാൻ ഉർസുലാനെ ഏൽപ്പിക്കുന്നു. അവളെ വേണ്ട വിധത്തിൽ സന്യാസ ശിക്ഷണം നടത്തി വളർത്തണം. ഉവ്വ് അച്ഛാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പോകുന്നു ഞാൻ, പോകുന്നു എന്നെ ഞാനാക്കിയ ഭവനമുപേക്ഷിച്ച് എൻ പ്രിയ സോദരേ മറന്നുപേക്ഷിച്ച് ക്രൂശിലെ നാഥൻ അലയടിച്ചെത്തിയ വയലുകളിൽ വിളകൊയ്യ കന്യകയാമന്റെ ജീവിതം പോലെ സ്വന്ത ബന്ധങ്ങൾക്ക് വിലയില്ല. ഇവിടെ തുഴയും ഏകാന്ത പതികയാ തുണയായുള്ളത് നിൻകരം നാഥ, തുണയായുള്ളത് നിൻകരം നാഥ.
വാക്കു നൽകിടും നിന്നമ്മ തീർച്ച. തന്റെ ആഗ്രഹം പേരമ്മയുടെ അടുത്ത് പലതവണ തുറന്നു പറയുകയും അത് നിരസിക്കുകയും ചെയ്തിരുന്നു. 1927 പന്തക്കോസ്ത ദിനത്തിൽ അന്നക്കുട്ടി ഭരണജ്ഞാനം ഫ്രാൻസിസ്കൻ കാരമഠത്തിൽ പ്രവേശിച്ചു. 1930 മെയ് 19 ഭരണജ്ഞാനം ഫൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും മറ്റ് 7 പേരോടൊപ്പം സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ തൂവെള്ള വസ്ത്രത്തിൽ നിന്നും തവിട്ടു നിറമുള്ള സന്യാസ വേഷത്തിലേക്ക് അൽഫോൻസ മാറി. അൽഫോൻസയുടെ 21ാമത്തെ വയസ്സിൽ അവൾക്ക് രക്തസ്രാവം ബാധിക്കുകയും ധാരാളം ചികിത്സകൾ നടത്തുകയും ചെയ്തു. എന്നാൽ അവയിലൊന്നും ഫലം ലഭിക്കാത്തതിനാൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അൽഫോൻസയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അതിലൂടെ താൽക്കാലിക ശമനമുണ്ടായെങ്കിലും അവൾക്ക് തുടർന്ന് കോട്ടയം ജില്ലയിലെ വാകക്കാട് എന്ന സ്ഥലത്തെ ക്ലാരമഠം വക പ്രൈമറി സ്കൂളിൽ 3ാം തരത്തിലെ അധ്യാപികയായി. എന്നാൽ അനാരോഗ്യം നിമിത്തം 1 വർഷം മാത്രമേ ആ സ്ഥാനത്ത് തുടരുവാൻ കഴിഞ്ഞുള്ളൂ. മക്കൾക്ക്
ഭവനത്തിൽ സൽവാർത്തയുമായി അൽഫോൻസാമേ നല്ലമ്മേ മക്കൾക്കിന്നൊരു കഥ വേണം അൽഫോൻസാമേ നല്ലമ്മേ മക്കൾക്കിന്നൊരു കഥ വേണം മക്കൾക്കിന്നൊരു കഥ. അൽഫോൻസ തന്റെ ആത്മമിത്രത്തെ ഒരിക്കൽ കൂടി കണ്ടപ്പോൾ അന്നക്കുട്ടി ഇവിടെ ഇല്ലാത്തപ്പോ ഒരു രസവും ഇല്ല. വൈകുന്നേരങ്ങളിൽ കുരിശ് വരയ്ക്കുമ്പോൾ നീ പാടുന്ന ആ പാട്ടില്ലേ, എന്ത് രസമാ പാട്ട് കേൾക്കാൻ. നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലോ. ഇല്ല ലക്ഷ്മിക്കുട്ടി, നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. എന്റെ മനസ്സിൽ എന്റെ ഓർമ്മയിൽ എന്നും നീയുണ്ട്. അന്നക്കുട്ടി, ഞാനും പോകും. അടുത്ത വർഷം എന്റെ കല്യാണം കാണും. അയാളോടൊപ്പം ഞാനും മറ്റൊരു വീട്ടിൽ അപരിചിതന്റെ നടുവിൽ. പക്ഷേ നിന്നെ പോലെയല്ല, എനിക്കൊരാള് കൂട്ടുണ്ടാവും. നിനക്കുള്ള കൂട്ട് ഈ ലോകത്തിലുള്ള കൂട്ടല്ലേ, പക്ഷേ എന്റെ കൂട്ട് ലോകാവസാനത്തോളം നിലനിൽക്കുന്നത്. സ്വർഗത്തിന്റെ നാഥനാണ് ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ. അന്നക്കുട്ടി, ഒന്നുകൂടി ആ പാട്ടൊന്ന് പാടുമല്ലോ. പലതരം രോഗപീഠകൾ അലട്ടുമ്പോഴും അൽഫോൻസ പ്രസന്നവദനയായി കാണപ്പെട്ടിരുന്നു. തന്നിൽ കുടിയിരുന്ന വിശുദ്ധി അവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ തയ്യാറായിരുന്നു. നവസന്യാസിനികൾക്ക് അൽഫോൻസ എന്നും ആത്മമിത്രമായിരുന്നു. ഒരിക്കൽ അൽഫോൻസ അവർക്കായി ഒരു സതുപദേശം തന്നെ നൽകിയിരുന്നു. അതിപ്രകാരമായിരുന്നു: ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മയുള്ള മാവ് ലഭിക്കുന്നു. അത് ചുട്ടെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തിയായിത്തീരുന്നു. ഇതുപോലെ നാം ഓരോരുത്തരും കഷ്ടാരിഷ്ടതകളാൽ ഞെരുക്കപ്പെട്ട് ഓസ്തി പോലെ ആയിത്തീരണം. മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിക്കുമ്പോൾ കിട്ടുന്ന ചാറ് നല്ല വീഞ്ഞായിത്തീരുന്നു. അവ വെറുതെ വെച്ചിരുന്നാൽ നമുക്ക് വീഞ്ഞു കിട്ടുകയില്ലല്ലോ. കഷ്ടതകളാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നല്ല വീഞ്ഞു പോലെ നാം ഗുണമേന്മ ഏറിയവരായി തീരുന്നു. പനിയും ചുമയും വീണ്ടും വർദ്ധിച്ചതിനാൽ പലരും അൽഫോൻസായ്ക്ക് ക്ഷയരോഗമെന്ന് തെറ്റിദ്ധരിച്ചു. ഈ ആശങ്ക മൂലം അവർ ഒരു ഡോക്ടറെ വരുത്തി വിശദമായ പരിശോധന നടത്തുകയും ക്ഷയരോഗമല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. സഹസന്യാസിനിമാർ ദേവാലയത്തിലും മടംപൊക്ക ചാപ്പലിലും മറ്റും പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴും അൽഫോൻസ തന്റെ കട്ടിലിൽ തന്നെ പ്രാർത്ഥനകളുമായി.
വിഷമം? അല്ല, കണ്ടാൽ ഒന്നും ഉണ്ടെന്ന് പറയത്തില്ല. അതെ അതെ, 4 മണി കഴിഞ്ഞപ്പോ ആ പിള്ളേരോട് വർത്താനം പറഞ്ഞ് ആ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. മേരിച്ചേട്ടി എന്തായിരുന്നു സാറേ? ചിലപ്പോഴേക്കാൻ ചമ്മന്തി കൂടി കഞ്ഞി കുടിക്കാൻ കഴിയും. ഒരു സ്പൂൺ വാങ്ങി വെച്ചാൽ മതി, അപ്പൊ തന്നെ ഛർദ്ദി വരും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ അമ്മേ? പപ്പടം ചുട്ട് കഞ്ഞി തരാം. എന്റെ മേശപ്പുറത്ത് നോക്കിക്കേ, 2 നെല്ലിക്ക കണ്ടു. ആ, കണ്ടു. ആ നെല്ലിക്ക ചുട്ട് ചമ്മന്തി അരച്ച് അല്പം കഞ്ഞി തരാമോ? ഞാൻ കൊണ്ടുവരാം. അമ്മ കിടന്നു. കാപ്പി കൂടി കൊണ്ടുവരാൻ പോയി. അപ്പോൾ നെല്ലിക്ക കരിഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കരുത്. സാരമില്ല, ചേട്ടത്തിക്ക് ഒരുപാട് പണികളുണ്ടല്ലോ. ചേട്ടത്തി ഒരാളല്ലേ ഉള്ളൂ എല്ലാത്തിനും. സാരമില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചോളാം. എന്റെ മേശയുടെ അടുത്ത് ചെന്നേ ഒരു തുവാലം മടക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കിക്കേ. അത് മേരിച്ചേർത്തിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതൊക്കെ. എന്നോട് ക്ഷമിക്കണം. എന്റെ അസുഖമുണ്ടാണല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹക്കുറവില്ലല്ലോ. പല സ്നേഹമുണ്ട്. പൂപ്പൊടി വിശുദ്ധരുടെ ജീവിതം ഏറെ വ്യത്യസ്തമായ ഒന്നാണ്. ലൗകിക കാര്യങ്ങളോട് അനുരൂപപ്പെടാൻ അവർക്ക് സാധ്യമല്ലാത്തതിനാൽ ഈ ലോകത്തിന്റെ എല്ലാ മേന്മകളും അവർ തൃണവത്കരിക്കുന്നു. നാം ഏറെ ശ്രേഷ്ഠമായി കരുതുന്ന സ്ഥാനമാനങ്ങളും സമ്പാദ്യവും നിസ്സാരമായി കരുതി ദാരിദ്ര്യം, അനുസരണം, കന്യാത്വം എന്നീ 3 വ്രതങ്ങളിലൂടെ സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങുകയും ധന്യതയുടെ പാത തുറക്കുകയും ചെയ്യുമ്പോൾ
ഒരു പക്ഷേ നാം അവരെ അറിയാതെ പോകാറുണ്ട്. അഗ്നിശുദ്ധിയിലൂടെ നാഥനായി സമർപ്പിച്ച ജീവിതമായിരുന്നു സിസ്റ്റർ അൽഫോൻസാമയുടേത്. ശാരീരികവും മാനസികവുമായ നിശബ്ദ സഹനത്തിലൂടെ അവൾ കാൽവരിനാഥന്റെ പ്രിയയായി തീർന്നു. രോഗത്തിൻ്റെയും വേദനയുടെയും ആധിക്യത്തിൽ ഉറക്കമില്ലാതിരുന്ന രാത്രികളിൽ അവൾ പറഞ്ഞു, നാഥ, ഇതല്ല, ഇതിൽ കൂടുതലും ലോകാവസാനം വരെ ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ സഹിച്ചുകൊള്ളാം. അങ്ങനെ 1946 ജൂലൈ മാസം 28-ാം തീയതി 36-ാമത്തെ വയസ്സുവരെ സ്നേഹിച്ച് സഹിച്ച് പ്രാർത്ഥനയിൽ വളർന്ന് സ്വർഗീയ ആനന്ദത്തിലേക്ക് സിസ്റ്റർ അൽഫോൻസ പറന്നുയർന്നു. മൂടുപടം ചൂടിയ മാനം മനസ്സിന്റെ മടിത്തട്ടിൽ വെണ്മ ഒരു നാളിലന്നു വെള്ളി പോലെന്നെ ശോഭയതെന്നിൽ വർഷിക്കും മണി പോ ക്ഷണമേറ്റൊരു എന്നെ മാറ്റണം നീ സഹനത്തിൻ ചൂളയിൽ വെന്തൊഴുകുമ്പോൾ നാഥന്റെ മുഖമെന്നെ തെളിയേണം. ഇരുളു നിറഞ്ഞൊര ഈ ലോക ജീവിതം പുഞ്ചിരിയോടെ ഞാൻ ത്യാഗത്തെ നീയെന്നുമെന്നെ കണ്ടിടേണം. എന്താ അൽഫോൻസ, എന്ത് കേൾക്കുന്നുണ്ടോ ഇന്ന്? എന്റെ ചെറിയൊരു ശബ്ദം കേൾക്കണോ? ദൈവമേ, എന്റെ അടുത്തേക്ക് വരുമോ? ചെവി എന്റെ ചങ്കോട് ചേർത്ത് വെക്കും. എന്താ സിസ്റ്റർ അൽഫോൻസ, എനിക്ക് ഒത്തിരി സങ്കടപ്പെടുത്താണ്. അൽഫോൻസ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഗബ്രിയേലമ്മേ? യേശു, മറിയ, യേസേപ്പേ, അൽഫോൻസ ചെല്ലിക്ക്. യേശു, മറിയ,